ശത്രുവിനെ തുരത്താൻ ഇന്ത്യ വമ്പൻ നീക്കങ്ങളാണ് അണിയറയിൽ നടത്തുന്നത്. വിപുലമായ പരിപാടികളും ചർച്ചകളും ഒക്കെ നമ്മുടെ രാജ്യത്തിന്റെ കരുത്തു കൂട്ടാനായി നടക്കാറുണ്ട്. ഇപ്പോഴിതാ ഒരു പുതിയ പരീക്ഷണത്തിലാണ് നമ്മുടെ സേന. അതായത് ശത്രുവിനെ സ്വന്തമായി കണ്ടെത്താനും നശിപ്പിക്കാനും കഴിയുന്ന ഒരു AI മെഷീൻ ഗൺ ഇന്ത്യൻ സൈന്യം പരീക്ഷിക്കുന്നു. ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള പ്രതിരോധ സ്ഥാപനമായ BSSുമായി സഹകരിച്ച് ഇന്ത്യൻ സൈന്യം 7.62x51mm ബാരലുള്ള AI നിയന്ത്രിത നെഗേവ് ലൈറ്റ് മെഷീൻ ഗൺ ആയുധ സംവിധാനത്തിന്റെ രാജ്യത്തെ ആദ്യത്തെ വിജയകരമായ പരീക്ഷണം നടത്തി. 14,500 അടി വരെ ഉയരത്തിൽ നടത്തിയ പരീക്ഷണങ്ങൾ ലക്ഷ്യങ്ങൾ സ്വയം കണ്ടെത്താനും തിരിച്ചറിയാനും ഇടപഴകാനുമുള്ള സിസ്റ്റത്തിന്റെ കഴിവ് പ്രകടമാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പർവ്വത അതിർത്തി പ്രദേശങ്ങളിൽ കാണപ്പെട്ടതുപോലുള്ള കുറഞ്ഞ ദൃശ്യപരത സാഹചര്യങ്ങളിൽ ഫലപ്രദമായി പ്രവർത്തിപ്പിക്കാൻ പ്രാപ്തമാക്കുന്ന തെർമൽ ഒപ്റ്റിക്കൽ സെൻസറുകളിൽ നിന്നുള്ള ഡേറ്റ സംയോജിപ്പിക്കുന്ന ഒരു സങ്കീർണമായ മൾട്ടി സെൻസർ മൊഡ്യൂൾ ഈ AI നിയന്ത്രിത ആയുധ സംവിധാനത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ടാർഗറ്റ് ഡിറ്റക്ഷൻ, തത്സമയ ഇടപെടൽ എന്നിവയ്ക്കായി സിസ്റ്റം വിപുലമായ അൽഗോരിതങ്ങൾ ഉപയോഗിക്കുന്നു. കാറ്റ്, താപനില, ദൂരപരിധി തുടങ്ങിയ പരിതസ്ഥിതി ഘടകങ്ങൾ കണക്കിലെടുത്ത് വ്യത്യസ്ത പ്രവർത്തന സാഹചര്യങ്ങളിൽ കൃത്യത ഉറപ്പാക്കുന്നതിനുള്ള കഴിവും ഇതിലുണ്ട്. എൻക്രിപ്റ്റ് ചെയ്ത കമാൻഡ് ലിങ്ക് വഴി റിമോട്ടായി പ്രവർത്തിപ്പിക്കാനുള്ള കഴിവാണ് ഈ സിസ്റ്റത്തിന്റെ ഒരു പ്രധാന നേട്ടം. ഇത് തുറന്നതോ പ്രതികൂലമോ ആയ അന്തരീക്ഷത്തിൽ നേരിട്ടുള്ള മനുഷ്യ സാന്നിധ്യത്തിന്റെ ആവശ്യകത കുറയ്ക്കുന്നതിലൂടെ സൈനികർക്കുള്ള അപകട സാധ്യത ഗണ്യമായി കുറയ്ക്കുന്നു. ഇത് വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ തോക്കൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ട് സൈനികർക്ക് മാറി നിന്ന് റിമോട്ടിലൂടെ ഓപ്പറേറ്റ് ചെയ്യാം. കൂടാതെ മോഡുലാറായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതിനാൽ കവചിത വാഹനങ്ങൾ, നാവിക കപ്പലുകൾ, ആളില്ല ഗ്രൗണ്ട് വാഹനങ്ങൾ, സ്റ്റാറ്റിക് ഇൻസ്റ്റലേഷനുകൾ എന്നിവയുൾപ്പെടെ വിവിധ പ്ലാറ്റ്ഫോമുകളുമായി സംയോജിപ്പിക്കാൻ ഈ കഴിവ് അനുവദിക്കുന്നുണ്ട് എന്നത് എടുത്തു തന്നെ പറയണം. 2020 ഇസ്രായേലിൽ നിന്ന് 16,479 നെഗേവ് തോക്കുകൾ ഓർഡർ ചെയ്യുകയും 40,000 യൂണിറ്റുകളുടെ ആവശ്യകത വർദ്ധിപ്പിക്കുകയും ചെയ്ത ഇന്ത്യൻ സൈന്യം ലൈറ്റ് മെഷീൻ ഗൺ ഇൻവെന്ററി വികസിപ്പിക്കുന്ന സമയത്താണ് പരീക്ഷണങ്ങൾ നടക്കുന്നത്. പാകിസ്ഥാൻ അതിർത്തിയിലെ ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള സമീപകാല പ്രവർത്തന അനുഭവങ്ങൾ അത്തരം നൂതന ആയുധങ്ങൾക്കായുള്ള ആവശ്യം ശക്തിപ്പെടുത്തിയിട്ടുമുണ്ട്. സർക്കാരിന്റെ മെയ്ക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് സംരംഭങ്ങളുമായി യോജിപ്പിച്ച് തദ്ദേശീയവൽക്കരണത്തിലൂടെ പ്രതിരോധ സേനയെ നവീകരിക്കാനുള്ള ഇന്ത്യയുടെ വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ ഒരു സംരംഭം. പ്രതിരോധ മന്ത്രാലയം പ്രതിവർഷം 100 കോടി രൂപ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗവേഷണ വികസനത്തിനായി നീക്കിവെക്കുന്നുണ്ട്. പ്രതിരോധ ഉൽപാദനത്തിൽ 1.75 ലക്ഷം കോടിയും കയറ്റുമതിയിൽ 35,000 കോടിയും ലക്ഷ്യമിടുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രാപ്തമാക്കിയ നെഗേവ് LMG ബേസ് ഡിഫൻസ്, കോൺവോയ് പ്രൊട്ടക്ഷൻ, പെരിമീറ്റർ സെക്യൂരിറ്റി എന്നിവയ്ക്കായി സ്വയംഭരണ സംവിധാനങ്ങൾ വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളിൽ ഒരു പ്രധാന കുതിച്ചുചാട്ടത്തെ ഇത് പ്രതിനിധീകരിക്കുന്നു. AI പവേർഡ് നെഗേവ് LMGയുടെ വിജയകരമായ പരീക്ഷണം ഇന്ത്യയുടെ പ്രതിരോധ ആധുനികവൽക്കരണത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായാണ് കണക്കാക്കുന്നത്. പ്രവർത്തനക്ഷമമായ ഓട്ടോണോമസ് മാരകായുധ സംവിധാനങ്ങളുള്ള തിരഞ്ഞെടുത്ത രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യ സ്ഥാനം പിടിക്കുന്നു. ഈ സാങ്കേതിക വിദ്യ പ്രവർത്തന ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുകയും സൈനികരുടെ അപകട സാധ്യത കുറയ്ക്കുകയും ബുദ്ധിമുട്ടുള്ളതും ഉയർന്ന അപകട സാധ്യതയുള്ളതുമായ ഭൂപ്രദേശങ്ങളിൽ ഇന്ത്യയുടെ തന്ത്രപരമായ കഴിവുകൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.